ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ലെസൺ ഏതാണ്? ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ലെസണാണ്. അപ്പോൾ അതിൻ്റെ പാർട്ട് 3 വീഡിയോയാണിത്. അപ്പോൾ ഇതിൻ്റെ മുന്നുള്ള വീഡിയോസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ കയറി കണ്ടു നോക്കുക. അതിനുശേഷം ഈ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം സിംബൽസ്. അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ളത് സിംബൽസ് മുതലാണ്. അപ്പോൾ നോക്കി നോക്കാം. ഹൗ മെനി സർക്യൂട്ട്സ് ഡിഡ് ഈച്ച് ഗ്രൂപ്പ് മേക്ക്? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോ ഗ്രൂപ്പുകാരോടും ഓരോ സർക്യൂട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിരുന്നു. റൈറ്റ് ഡൗൺ ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ഈച്ച് സർക്യൂട്ട്. അപ്പോൾ അതിൽ കൂട്ടുകാർ ഉപയോഗിച്ച മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? സർട്ടൈൻ സൈൻസ് ആർ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ കമ്പോണൻസ് ഇൻ സർക്യൂട്ട്സ്. അപ്പോൾ എന്താണ് ഈ സർക്യൂട്ടിൻ്റെ ഈ കമ്പോണൻസ്, നമ്മൾ ഉപയോഗിച്ച കമ്പോണൻസ് ഓരോ സിമ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ദീസ് ആർ സിമ്പിൾസ്. അപ്പോൾ ഇതിനെയാണ് ഇങ്ങനെ ഓരോ സൈനൊക്കെ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സർക്യൂട്ട്സിന് ആ സിമ്പിൾസിന് അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? സിമ്പിൾസ്. ദീസ് ആർ സിമ്പിൾസ്. അപ്പോൾ ഇപ്പോൾ സ്വിച്ച് ആണെങ്കിൽ സ്വിച്ചിനൊരു സിമ്പിളുണ്ട്, സെല്ലാണെങ്കിൽ സെല്ലിനൊരു സിമ്പിളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു സൈനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? സിമ്പിൾസ്. Some commonly used symbols are given below. Let's get familiar with them. അപ്പോൾ എന്താണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് മെറ്റീരിയൽസും അതിൻ്റെ ഫിഗറും അതിൻ്റെ സിമ്പിളും നോക്കാം. ആദ്യം കണ്ടക്റ്റിംഗ് വയറാണ്. കണ്ടക്റ്റിംഗ് വയർ നമ്മൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കണ്ടക്റ്റിംഗ് വയറിൻ്റെ ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സിമ്പിളാണ് എന്ത്? അപ്പുറത്ത് തന്നിട്ടുള്ളത്. ഇനി സ്വിച്ച് ഓഫ് മോഡ്. അപ്പോൾ ലൈറ്റ് സ്വിച്ച് ഓഫ് മോഡാണ്. ഓഫാണ് ഇങ്ങനെ കണക്ട് ചെയ്യാണ്ടിട്ടുള്ളത്, അതാണ് ഓഫ്. ഇനി ഓൺ ആണെങ്കിലോ? ഓൺ ആണെങ്കിൽ ആ കണക്ട് ചെയ്യാത്ത ഭാഗം നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ ആ സിമ്പിൾ കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഇനി സെല്ല് നോക്കുക. ദെൻ ബാറ്ററി. കുറേ സെല്ലുകൾ ചേർന്നിട്ടുള്ളതാണ് എന്ത്? ബാറ്ററി. ഇനി അടുത്തത് എന്താ? ആൻ അൺലിറ്റ് ബൾബ്. ആൻ അൺലിറ്റ് ബൾബ് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കാത്ത ബൾബ്. എന്താണ് അത് കൂട്ടുകാർ നോക്കി വെക്കണം. ആൻ അൺലിറ്റ് ബൾബ് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കാത്ത ബൾബ്. അതിൻ്റെ ഫിഗർ നോക്കുക. എ ഗ്ലോയിങ് ബൾബ്. ഗ്ലോയിങ് ബൾബ് കത്തുന്ന ബൾബാണ്. അപ്പോൾ അതിൻ്റെ ഫിഗർ. ഇനി അടുത്തത് ബസറാണ്. ബസറിൻ്റെ സിമ്പിൾ. ദെൻ മിനി മോട്ടർ ആൻഡ് LED. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഈ ഈ ഫിഗറിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതിൻ്റെ സിമ്പിൾ കൂട്ടുകാർ പഠിച്ചു വെക്കണം. Observe the given circuits. Identify the parts marked A, B, C and D. അപ്പോൾ എന്താണ്? സർക്യൂട്ട് തന്നിട്ടുണ്ട്. ദെൻ നമുക്കതിൻ്റെ പാർട്സ് നോക്കി നോക്കാം. സർക്യൂട്ട് 1 നോക്കാം. സർക്യൂട്ട് 1ൽ A എന്താണ്? കത്താത്ത ബൾബാണ്. അപ്പോൾ അതിനെന്താ പറയുക? അൺലിറ്റ് ബൾബ്. ഇനി ബി എന്താ? സർക്യൂട്ട് 1ൽ ബി എന്താ? ബി എന്ന് പറയുന്നത് എന്താണ്? ഒരൊറ്റ ഒന്നുള്ളൂ. അപ്പോൾ അതെന്താണ്? സെല്ലാണ്. കുറേ എണ്ണം ആയാലാണ് അത് ബാറ്ററി ആവുള്ളൂ. ഇനി സി എന്താ? സി ഒരു സ്വിച്ച് ഓഫ് ആണല്ലേ, സ്വിച്ച് ഓഫ് മോഡാണ്. കണക്ട് ചെയ്തിട്ടില്ല, അപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ഇനി ഡി എന്താ? ഡി ഒരു വയറാണല്ലേ. ഇനി സർക്യൂട്ട് 2ലാണെങ്കിൽ എ ഗ്ലോയിങ് ബൾബാണ്, ബി സെല്ലാണ്, സി എന്താ? സി സ്വിച്ച് ഓൺ ആണ്. ദെൻ ഡി എന്താ? ഡി വയറാണ്. ഓക്കെ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ 2 സർക്യൂട്ട്സ്? അപ്പോൾ ഈ 2 സർക്യൂട്ട്സിൻ്റെ ഡിഫറൻസ് എന്താണ്? സർക്യൂട്ട് 1 എന്ന് പറയുന്നത് എന്താണ്? സ്വിച്ച് ഓൺ ആണ്. സ്വിച്ച് ഓൺ ആയത് എന്താ? സ്വിച്ച് ഓഫാണ്. സ്വിച്ച് ഓഫ് ആയത് എന്തായിരിക്കും? സ്വിച്ച് ഓഫ് ആയത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. സോ സർക്യൂട്ട് 1 ഈസ് എ ഓപ്പൺ സർക്യൂട്ട് ആൻഡ് സർക്യൂട്ട് 2 ഈസ് എ ക്ലോസ്ഡ് സർക്യൂട്ട്. ഓക്കെ, ഡ്രോ ദ സർക്യൂട്ട് യു ഹാവ് ഓൾറെഡി മെയ്ഡ് യൂസിങ് ദ സിമ്പിൾസ്. അപ്പോൾ കൂട്ടുകാർ ഉണ്ടാക്കിയിട്ടുള്ള സർക്യൂട്ട് ഇനി സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. ഓക്കെ, ഫ്രം സർക്യൂട്ട് ടു ഡിവൈസ് we can use 9-volt battery and LED module for making an emergency lamp. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചു, നമുക്കൊരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ നമുക്കൊരു 9-volt ബാറ്ററിയും അതുപോലെ തന്നെ ഒരു LED മൊഡ്യൂളും മതി. How will you connect them to make a circuit? Try to
ഡ്രോ ഇട്ട്. അപ്പോൾ എന്താണ്, ഹൗ വിൽ യു കണക്ട് ദം ഇൻ ടു എ സർക്യൂട്ട്. അപ്പോൾ ഒരു സർക്യൂട്ട് ആക്കിയിട്ട് കൂട്ടുകാർ എങ്ങനെയാണ് അത് വരയ്ക്കുക, അത് വരച്ച് കാണിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, ഇപ്പോൾ ചിത്രത്തിൽ തന്നിരിക്കുന്ന പോലെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുമല്ലേ. LED മൊഡ്യൂൾ, വയർ, സ്വിച്ച് ഓൺ, ബാറ്ററി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ആഫ്റ്റർ അറേഞ്ചിങ് ദ സർക്യൂട്ട് ചെക്ക് വെദർ ദ LED ഗ്ലോസ്. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്താ കണക്ട് ചെയ്താൽ എന്താ LED ബൾബ് കത്തുക തന്നെ ചെയ്യും അല്ലേ. നൗ we need a stand also. The easy way of making stand is given in the figure 1, 2, 3 and 4. Examine them and find out the materials used. അപ്പോൾ എന്താണ്, ഇതിന് നമുക്കൊരു സ്റ്റാൻഡും കൂടെ വേണം. അപ്പോൾ ആ സ്റ്റാൻഡ് എന്താണ്, ഫിഗർ 1, 2, 3, 4 നോക്കി നോക്കുക. ഓക്കെ, കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റാൻഡ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, സ്റ്റാൻഡിൻ്റെ കൺസ്ട്രക്ഷനാണ്. ടേക്ക് എ ഹാഫ് ലിറ്റർ ബോട്ടിൽ വിത്ത് എ വൈഡ് മൗത്ത് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ എന്താ, ഫിഗറിൽ തന്നിരിക്കുന്ന പോലെ ഒരു ഹാഫ് ലിറ്റർ ബോട്ടിൽ എടുക്കുക. അതിൻ്റെ മൗത്ത് എന്ന് പറഞ്ഞാൽ വൈഡ് ഓപ്പൺ ആയിട്ടുള്ള മൗത്തുള്ള ഒരു ബോട്ടിൽ എടുക്കുക. ഫിൽ ഇറ്റ് വിത്ത് സാൻഡ്. എന്നിട്ട് അതിൽ എന്ത് ചെയ്യണം, അതിൽ സാൻഡ് നിറക്കണം, അതിൽ മണൽ നിറക്കണം. പുട്ട് 2 holes in the cap shown in the figure 2. ഫിഗർ 2 കാണുന്ന പോലെ. അപ്പോൾ കൂട്ടുകാർ ഫിഗർ 2 നോക്കുക. ഫിഗർ 2 കാണുന്നത് പോലെ എന്ത് ചെയ്യണം, 2 ഹോൾ അതിൽ ആക്കുക. മേക്ക് ഹോൾസ് ഇൻ ദ പൈപ്പ് ഓൾസോ ആസ് ഷോൺ ഇൻ ദ ഫിഗർ 3. അപ്പോൾ എന്താണ്, ഫിഗർ 3 കാണുന്നത് പോലെ ഹോൾസ് ആക്കുക, പൈപ്പിൻ്റെ ഉള്ളിൽ ഹോൾസ് ആക്കുക. ഫിക്സ് ദ PVC പൈപ്പ് ഇൻ ദ ഹോൾ ഓൺ ദ ക്യാപ്പ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു PVC പൈപ്പ് എടുത്തിട്ട് ആ ക്യാപ്പിൻ്റെ അവിടുത്തെ ഹോളിൽ വെക്കുക. അറേഞ്ച് ദ സർക്യൂട്ട് ആസ് ഷോൺ ഇൻ ദ ഫിഗർ 4. എന്നിട്ട് എന്ത് ചെയ്യണം, ഫിഗർ 4 ഈ സർക്യൂട്ട് ഒന്ന് അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് ആ 3 ഫിഗർ. ഫിഗർ 1 എന്താ, എൻ ക്യാപ് 3/4 ഇഞ്ച് PVC പൈപ്പ് 30 സെൻറ്റിമീറ്റർ പ്ലാസ്റ്റിക് ബോട്ടിൽ. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഉള്ളിൽ നമ്മൾ PVC പൈപ്പ് വെച്ചു. ഫിഗർ 2 ഹോൾ ഫോർ പ്ലേസിങ് ദ സ്വിച്ച്, ഹോൾ ഫോർ ഫിക്സിങ് PVC പൈപ്പ്. PVC പൈപ്പിന് വേണ്ടിയിട്ട് ഒരു ഹോളും സ്വിച്ചിന് വേണ്ടിയിട്ട് ഒരു ഹോളും ക്യാപ്പും നമ്മൾ ഉണ്ടാക്കി. ഇനി എന്താ, ദ ഹോൾ ഫോർ ഇൻസേർട്ടിങ് ദ വയർ ഫ്രം LED ത്രൂ ദ പൈപ്പ്, ദ ഹോൾ ഫോർ ഫിക്സിങ് വയർ ഫ്രം PVC ടു ദ സ്വിച്ച്, PVC പൈപ്പ്. എന്നിട്ട് നമ്മൾ PVC പൈപ്പിൻ്റെ മേലെ 2 ഹോൾ ഉണ്ടാക്കി. ദെൻ ഫിഗറിൽ 4 കാണുന്ന പോലെ നമ്മൾ അറേഞ്ച് ചെയ്തു. എന്തൊക്കെയാണ്, PVC പൈപ്പ് ഉണ്ട്, LED മൊഡ്യൂൾ ഉണ്ട്, സ്വിച്ച് ഉണ്ട്, ബാറ്ററി ഉണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിലുണ്ട്. Pay attention to the following points while making the emergency lamp. അപ്പോൾ എമർജൻസി ലാമ്പ് ഉണ്ടാക്കുമ്പോൾ താഴെ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കണം. The circuit should be made in such a way that the wire from LED to the switch and from the switch to the battery are not exposed. അപ്പോൾ എന്താണ്, വയറൊന്നും, the circuit should made such a way that the wire from LED സ്വിച്ച് വരെയുള്ള വയറും അതുപോലെ തന്നെ സ്വിച്ചിൽ നിന്ന് ബാറ്ററി വരെയുള്ള വയറൊന്നും എക്സ്പോസ് ചെയ്തിട്ടുണ്ടാകുന്ന ശ്രദ്ധിക്കണം. ബാറ്ററി ഷുഡ് ബി ഫിക്സഡ് ഫേംലി ഇൻ ദ സാൻഡ്. അപ്പോൾ ബാറ്ററി എന്താണ്, സാൻഡിൽ ഫിക്സ് ചെയ്യണം. ദ എമർജൻസി ലാമ്പ് ഷുഡ് ബി ലിഫ്റ്റഡ് ഓൺലി ബൈ ഹോൾഡിങ് ദ ബോട്ടിൽ. അപ്പോൾ ഈ എമർജൻസി ലാമ്പ് ലിഫ്റ്റ് ചെയ്തെടുക്കുക, ബോട്ടിൽ പിടിച്ച് മാത്രമേ പൊന്തിക്കാനായിട്ടൊക്കെ പാടുള്ളൂ. മോർ ദാൻ 1 LED മൊഡ്യൂൾ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് ലൈറ്റ് ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പോൾ എന്താ, ഒരുപാട് ലൈറ്റ് എല്ലാ ഡയറക്ഷനിലും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് കൂടുതൽ LED മൊഡ്യൂൾസ് നമ്മൾ യൂസ് ചെയ്യണം. ഇൻസുലേഷൻ ടേപ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് can be used to make the emergency lamp more attractive. അപ്പോൾ എന്താണ്, ഈ എമർജൻസി ലാമ്പ് ഒന്നും കൂടി ഭംഗിയാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിഗറിൽ കാണുന്ന പോലെ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഇൻസുലേഷൻ ടാപ്സ് നമ്മൾ അതിന് ചുറ്റോളം ചുറ്റുക. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ LED ലാമ്പ് ഒന്നും കൂടി അട്രാക്റ്റീവ് ആവും. എക്സിബിറ്റ് ദ എമർജൻസി ലാമ്പ് മെയ്ഡ് ബൈ ഈച്ച് ഗ്രൂപ്പ് ബിഫോർ ദ ക്ലാസ്. സെലക്ട് ദ ബെസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ. അപ്പോൾ എന്താണ്, താഴെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏത് ലാമ്പാണ് ബെസ്റ്റ് എന്ന്. അപ്പോൾ നമുക്ക് ആ ഇൻഡിക്കേറ്റേഴ്സ് നോക്കി നോക്കാം.
വാട്ട് ആർ ദ തിങ്സ് ടു ബി ആക്സസ്ഡ്? എന്തൊക്കെയാണ്? എഫിഷ്യൻസി, അട്രാക്റ്റീവ്നെസ്, ഡ്യൂറബിലിറ്റി. എന്തൊക്കെയാണ്? എഫിഷ്യൻസി, അട്രാക്റ്റീവ്നെസ് ആൻഡ് ഡ്യൂറബിലിറ്റി. ഹൗസ് ഹോൾഡ് ഇലക്ട്രിസിറ്റി. ഇനി നമുക്ക് ഹൗസ് ഹോൾഡ്, വീട്ടിലെ ഇലക്ട്രിസിറ്റി ഒക്കെ നോക്കി വെക്കാം. വി ഹാവ് യൂസ്ഡ് എ 9-volt battery to make an emergency lamp. Will we get an electric shock if we touch the wire connected to the battery? എന്താണ്, നമ്മളൊരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ ഒരു 9-volt ബാറ്ററിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വയറൊക്കെ ടച്ച് ചെയ്താൽ നമുക്ക് ഷോക്ക് അടിക്കുമെന്നാണ്. ഷോക്കൊന്നും അടിക്കില്ല അല്ലേ? അത് ഷോക്കൊന്നും അടിക്കാണ്ട് സേഫ് ആയതുകൊണ്ടാണ് നമ്മളത് എക്സ്പെരിമെൻറ്റ്സിനൊക്കെ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഫ് സംഹൗ ദ ഇലക്ട്രിസിറ്റി യൂസ്ഡ് അറ്റ് ഹോം പാസസ് ത്രൂ അവർ ബോഡി ഇറ്റ് ക്യാൻ കോസ് ഇലക്ട്രിക് ഷോക്ക്. അപ്പോൾ എന്താണ്, നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിസിറ്റി നമ്മുടെ ബോഡിയിലൂടെ പാസ് ചെയ്താൽ എന്താണ്, നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? വാട്ട് ഈസ് ദ റീസൺ? നമുക്ക് ഇപ്പോൾ എമർജൻസി ലാമ്പ് ഉണ്ടാക്കിയപ്പോൾ അത് ടച്ച് ചെയ്തപ്പോൾ നമുക്ക് ഷോക്കൊന്നും ഏറ്റില്ല. പക്ഷെ നമ്മുടെ വീട്ടിലെ എക്യുപ്മെൻറ്റ്സിലെ എന്തെങ്കിലും ഇലക്ട്രിസിറ്റി നമ്മുടെ ബോഡിയിലൂടെ പാസ് ചെയ്താൽ നമുക്ക് ഷോക്ക് അടിക്കും. അപ്പോൾ അത് എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. ദ ഇലക്ട്രിസിറ്റി വി യൂസ്ഡ് അറ്റ് ഹോം ഈസ് ഓഫ് 230 volt. അപ്പോൾ എന്താണ്, നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എത്ര? 230 വോൾട്ടിൻ്റെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ വേണ്ടി 9 വോൾട്ടിൻ്റെയാണ് എടുത്തത്. നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്നത് 230 വോൾട്ടിൻ്റെ ഇലക്ട്രിസിറ്റിയാണ്. It is not safe to use high voltage electricity while conducting experiments. അപ്പോൾ എന്താണ്, നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇത്ര ഹൈ വോൾട്ടേജ് 230 വോൾട്ട് പോലെ ഹൈ വോൾട്ട് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്, ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത് എന്താണ്, ഒട്ടും സേഫ് അല്ല. നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ വോൾട്ടുള്ള ഇലക്ട്രിസിറ്റി എക്സ്പെരിമെൻറ്റ്സിന് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് എന്താ, ഇലക്ട്രിക് ഷോക്കാണ്. വി ഗെറ്റ് ആൻ ഇലക്ട്രിക് ഷോക്ക് വൺ ഇലക്ട്രിക് കറണ്ട് പാസസ് ത്രൂ അവർ ബോഡി. അപ്പം നമുക്ക് എപ്പോഴാണ് ഒരു ഇലക്ട്രിക് ഷോക്ക് അനുഭവപ്പെടുന്നത്? ഇലക്ട്രിക് കറണ്ട് നമ്മുടെ ബോഡിയിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവുന്നത്. അവർ ബോഡി ഈസ് എൻ ഇലക്ട്രിക് കണ്ടക്ടർ സിൻസ് വാട്ടർ ഈസ് പ്രസൻറ്റ് ഇൻ ദ ലിവിങ് സെൽ. അപ്പോൾ എന്താണ്, വെള്ളം നമ്മുടെ ലിവിങ് സെല്ലിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് കാരണം എന്താണ്, നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് കണ്ടക്ടറാണ്. ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും, ഒരു ഇലക്ട്രിക് കണ്ടക്ടറാണ്. ഇലക്ട്രിക് ഷോക്ക് occurs when a broken power line or an external electric source like an uninsulated circuit comes into contact with the body. അപ്പോൾ എപ്പോഴാണ് ഇലക്ട്രിക് ഷോക്ക് വരുന്നത്? എ ബ്രോക്കൺ പവർ ലൈൻ, ഒരു ബ്രോക്കൺ പവർ ലൈൻ, അതായത് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു പവർ ലൈൻ്റെ മേലിന്നോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് സോഴ്സസ് ആയ എന്താണ് അൺഇൻസുലേറ്റഡ് സർക്യൂട്ട്, ഇൻസുലേറ്റഡ് ചെയ്യാത്ത സർക്യൂട്ടിൽ നിന്നും നമ്മുടെ ബോഡിയിലേക്ക് കോണ്ടാക്റ്റ് വരുമ്പോൾ നമുക്ക് എന്ത് വരും? ഇലക്ട്രിക് ഷോക്ക് അനുഭവപ്പെടും. സംടൈംസ് ദിസ് കോസസ് സിവിയർ ബേൺസ്. അപ്പോൾ എന്താണ്, ചിലപ്പോൾ ഇത് നല്ല ഗുരുതരമാവാനും ചാൻസ് ഉണ്ട്. കാർഡിയാക് അറസ്റ്റ് ഈസ് എ മേജർ റീസൺ ഫോർ ഡെത്ത് ഡ്യൂ ടു ഇലക്ട്രിക് ഷോക്ക്. അപ്പോൾ ഇലക്ട്രിക് ഷോക്ക് മൂലം കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് മരിക്കാൻ വരെ ഈ ഇലക്ട്രിക് ഷോക്ക് കാരണമാവുന്നുണ്ട്. ഓക്കെ, ഒബ്സർവ് ദ ഗിവൻ സിറ്റുവേഷൻ, ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ഈസ് എ ചാൻസ് ഫോർ ഇലക്ട്രിക് ഷോക്ക് ആൻഡ് പുട്ട് എ ടിക്ക് മാർക്ക് ഇൻ ദ അപ്രോപ്രിയേറ്റ് ബോക്സസ്. അപ്പോൾ എന്താണ്, ഇലക്ട്രിക് ഷോക്ക് വരാനുള്ള കുറച്ച് ചാൻസസ്, ആ ചാൻസസിൻ്റെ നേരെ ടിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ എന്താ, യൂസിങ് ഡിവൈസസ് ഓഫ് ഗുഡ് ക്വാളിറ്റി. അപ്പോൾ ഗുഡ് ക്വാളിറ്റി യൂസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഷോക്കൊന്നും ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് എന്താ, ചേഞ്ചിങ് ദ ബൾബ് വെൻ ദ സ്വിച്ച് ഈസ് ഓൺ. സ്വിച്ച് ഓൺ ആയി കിടക്കുമ്പോൾ ബൾബ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക് ഷോക്ക് വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അത് ടിക്ക് കൊടുക്കുക. ഇനി എന്താ, ടേണിങ് ഓൺ സ്വിച്ച് വിത്ത് വെറ്റ് ഹാൻഡ്. വെറ്റ് ഹാൻഡ് കൊണ്ട് കൂടി, നനഞ്ഞ കൈയോട് കൂടിയിട്ട് സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോഴും എന്താ, ഇലക്ട്രിക് ഷോക്ക് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്, അപ്പോൾ അത് ടിക്ക് കൊടുക്കുക. റിമൂവിങ് ദ ഫാൻ ഫ്രം ദ സീലിംഗ് ആഫ്റ്റർ ടേണിങ് ദ മെയിൻ സ്വിച്ച് ഓഫ്. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട്
ഫാൻ ഊരിയാൽ എന്താ ഇലക്ട്രിക് ഷോക്ക് പിടിക്കാൻ ചാൻസ് ഇല്ല. ഇനി എന്താ റിമൂവിങ് ദ പ്ലഗ് പിൻ വിത്തൗട്ട് സ്വിച്ചിങ് ഓഫ്. അപ്പോൾ ഓഫ് ആക്കാണ്ട് പ്ലഗ് പിൻ ചെയ്യുക. അപ്പോൾ അതെന്താ അത് ഇലക്ട്രിക് ഷോക്ക് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. യൂസിങ് വയർ വിത്തൗട്ട് പ്രോപ്പർ ഇൻസുലേഷൻ. അപ്പോൾ പ്രോപ്പറായിട്ട് ഇൻസുലേറ്റ് ചെയ്യാത്ത വയർ യൂസ് ചെയ്താൽ എന്താ ഇലക്ട്രിക് ഷോക്കിന് ചാൻസ് ഉണ്ട്. റിപ്പയറിംഗ് ഡിവൈസ് വിത്ത് വൈൽ സ്വിച്ചസ് ആർ ടേൺ ഓൺ. അപ്പോൾ എന്താണ് സ്വിച്ച് ഓണായി കിടക്കുമ്പോൾ റിപ്പയർ ചെയ്യുക. അതിനും എന്താ ഇലക്ട്രിക് ഷോക്കിന് ചാൻസ് ഉണ്ട്. ഇനി യൂസ് ഫുഡ് വെയർ വൈൽ അയണിങ് ക്ലോത്ത്സ് അയൺ ചെയ്യുമ്പോൾ ഫുഡ് വെയർ ഇടുക. അപ്പോൾ എന്തെന്താ അതിന് ചാൻസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ചാൻസ് ഉള്ളതിനൊക്കെ ടിക്ക് കൊടുക്കണം. ഓക്കെ. Have you found out the situation in which you are likely to get an electric shock? Has anyone in your house experienced a severe shock? If so, in what context did it happen? Share your experience with the class. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഇലക്ട്രിക് ഷോക്ക് എന്തെങ്കിലും വന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ ഷെയർ ചെയ്യാനാണ് പറയുന്നത്. വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ വൈൽ ഹാൻഡ്ലിങ് ഇലക്ട്രിക് അപ്ലയൻസസ്. അപ്പോൾ ഇലക്ട്രിക് അപ്ലയൻസസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാനായിട്ട് പറ്റും? ഡു നോട്ട് റിപ്പയർ ഇലക്ട്രിക് ഡിവൈസസ് യൂസിങ് വെറ്റ് ഹാൻഡ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിക് ഡിവൈസസ് റിപ്പയർ ചെയ്യാണ്ടിരിക്കുക. റിമൂവ് പ്ലഗ് പിൻ വെൻ സ്വിച്ച് ഈസ് ഓഫ്. അപ്പോൾ എന്താണ് സ്വിച്ച് ഓഫായി കിടക്കുമ്പോൾ പിന്നൊക്കെ പ്ലഗ് ചെയ്യുക. ഡു നോട്ട് യൂസ് വയർ വിത്തൗട്ട് ഇൻസുലേറ്റ് ചെയ്യാത്ത വയർ ഉപയോഗിക്കാതിരിക്കുക. ഡു നോട്ട് ചേഞ്ച് ബൾബ് വെൻ സ്വിച്ച് ഈസ് ഓൺ. അപ്പോൾ സ്വിച്ച് ഓണായി കിടക്കുമ്പോൾ ബൾബ് ചേഞ്ച് ചെയ്യാണ്ടിരിക്കുക. യൂസ് ചപ്പൽ വൈൽ ഹാൻഡ്ലിങ് ഇലക്ട്രിക് അപ്ലയൻസസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മളെന്താ ചെരുപ്പ് ഉപയോഗിക്കുക. ഓക്കെ. ഇനി ഫർദർ റീഡിങ്. അപ്പോൾ അത് കൂട്ടുകാർക്ക് സമയം കിട്ടുമ്പോൾ വായിച്ച് നോക്കുക. അത് എക്സാമിന് ഉണ്ടായിരിക്കില്ല. In case of electric shock, what happens if you try to touch or move someone is experiencing an electric shock? അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ ഒരു ഇലക്ട്രിക് ഷോക്ക് കിട്ടിയിട്ട് അയാളെ നമ്മൾ മൂവ് ചെയ്യാനോ ടച്ച് ചെയ്യാനോ ശ്രമിച്ചാൽ നമുക്ക് എന്താ സംഭവിക്കുക? നമുക്കും ആ ഷോക്ക് കിട്ടും അല്ലേ? വോണ്ട് വി ഓൾസോ ഗെറ്റ് ദ ഷോക്ക്? യെസ്, നമുക്കും ആ ഷോക്ക് കിട്ടും. ഹെൻസ് വൺ ഷുഡ് നെവർ ടച്ച് എ പേഴ്സൺ ഹു ഹാസ് ആൻ ഇലക്ട്രിക് ഷോക്ക്. അപ്പോൾ എന്താണ് ഒരു ഇലക്ട്രിക് ഷോക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളെ നമ്മൾ ടച്ച് ചെയ്യാനൊന്നും പാടില്ല. വാട്ട് ആർ ദ തിങ്സ് ടു ബി ഡൺ ഇമ്മീഡിയറ്റ്ലി ടു സേവ് എ പേഴ്സൺ ഹു ഹാസ് സഫേർഡ് ആൻ ഇലക്ട്രിക് ഷോക്ക്? അപ്പോൾ ഇലക്ട്രിക് ഷോക്ക് വന്ന ആളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ദ ഫസ്റ്റ് തിങ് ടു ബി ഡൺ ഈസ് ടു ഡിസ്കണക്ട് ദ ഇലക്ട്രിക് കോണ്ടാക്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ? ആ ഇലക്ട്രിസിറ്റി ഒഴിവാക്കണം, ഇലക്ട്രിക് കോണ്ടാക്ട് ഒഴിവാക്കണം. യു ക്യാൻ സ്വിച്ച് ഓഫ് ഓർ റിമൂവ് ദ ഫ്യൂസ് ഓഫ് ഫോർ ദിസ്. എന്താണ് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം, അതുപോലെ തന്നെ ഫ്യൂസ് എടുക്കുക, ഫ്യൂസ് റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, സെപ്പറേറ്റ് ദ പേഴ്സൺ ഫ്രം ദ ഇലക്ട്രിക് സർക്യൂട്ട് യൂസിങ് എ ഡ്രൈ വുഡൻ സ്റ്റിക്ക് ഓർ സം അതർ ഗുഡ് ഇൻസുലേറ്റർ. അപ്പോൾ എന്താണ് ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡ്രൈ വുഡൻ സ്റ്റിക്ക് ഉണങ്ങിയ മരക്കഷ്ണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇൻസുലേറ്റർ, എന്താ പറയുക, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്ത ഒരു ഗുഡ് ഇൻസുലേറ്റർ വെച്ചിട്ട് അയാളെ അതിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ. ഇൻ ദ കേസ് ഓഫ് ഹാർട്ട് ഫെയിലിയർ പെർഫോം ചെസ്റ്റ് കംപ്രഷൻ. അപ്പോൾ ഹാർട്ട് ഫെയിലിയർ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുക. പ്ലേസ് വൺ ഹാൻഡ് ഓൺ ടോപ്പ് ഓഫ് ദ അതർ ആൻഡ് അപ്ലൈ കണ്ടിന്യൂസ് പ്രഷർ ഓൺ ദ വിക്ടിംസ് ചെസ്റ്റ്. അപ്പോൾ ഒരു കൈയുടെ മേലെ മറ്റേ കൈ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം? വിക്ടിമിൻ്റെ ചെസ്റ്റിൻ്റെ നേരെ പ്രഷർ കൊടുക്കണം. ദിസ് ഷുഡ് ബി ഡൺ അൺടിൽ ദ ഹാർട്ട് സ്റ്റാർട്ട് ബീറ്റിംഗ് അഗെയിൻ. അപ്പോൾ എന്താണ്? ഹാർട്ട് പിന്നെയും ബീറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം.
If breathing stops, give artificial respiration. Keep the body warm by massaging. അപ്പോൾ എന്താണ് ബ്രീത്തിങ് എന്തെങ്കിലും സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആർട്ടിഫിഷ്യലായിട്ട് റെസ്പിറേഷൻ കൊടുക്കണം. മാത്രമല്ല നമ്മുടെ ബോഡി ഈ വിക്ടിമിൻ്റെ ബോഡിയൊക്കെ മസാജ് ചെയ്തിട്ട് എപ്പോഴും ഒരു ചൂട് വാമാക്കിയിട്ട് വയ്ക്കണം. ടേക്ക് ദ പേഴ്സൺ ഇമ്മീഡിയറ്റ്ലി ടു ഹോസ്പിറ്റൽ ഇഫ് ദ ഷോക്ക് ഇസ് സിവിയർ. അപ്പോൾ ഷോക്ക് നന്നായിട്ട് ണ്ടെങ്കിൽ അയാളെ ആ പേഴ്സണെ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യണം. Generator. Don't we use a generator at school when some fairs of or PTA meeting are held? Why it is used? അപ്പോൾ എന്താണ് നമ്മുടെ അവിടെ ജനറേറ്റേഴ്സ് നമ്മൾ വല്ല PTA കറണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജനറേറ്റർ യൂസ് ചെയ്യുന്നത്. വിച്ച് ഫ്യൂവൽ ഈസ് യൂസ്ഡ് ടു ഓപ്പറേറ്റ് എ ജനറേറ്റർ. അപ്പോൾ ഒരു ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്യാൻ ഏത് ഫ്യൂവലാണ് അതിൽ യൂസ് ചെയ്യുന്നത് നോക്കി നോക്കാം. ദ ജനറേറ്റർ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി മേക്കിംഗ് യൂസ് ഓഫ് എനർജി ഫ്രം ഫ്യൂവൽസ് ലൈക്ക് എന്തൊക്കെയാണ് പെട്രോൾ, കെറോസിൻ, ഡീസൽ. അപ്പോൾ പെട്രോളും കെറോസിനും ഡീസലും ഒക്കെ യൂസ് ചെയ്തിട്ട് അതിലത്തെ ഫ്യൂവൽ കൊണ്ടാണ് ഈ ജനറേറ്ററിന് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടുന്നത്. യു ഹാവ് ലേൺഡ് in the previous class that in a generator chemical energy first gets converted into mechanical energy and then into electrical energy. അപ്പോൾ ഈ ജനറേറ്ററിൽ നടക്കുന്നത് എന്താണെന്നാണ് പറയുന്നത്, ആദ്യം കെമിക്കൽ എനർജി ആയിരിക്കും, ആ കെമിക്കൽ എനർജി ആദ്യം മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് ആ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയി കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ജനറേറ്റേഴ്സ് പെർഫോം ചെയ്യുന്നത്. Can generators be used regularly to get electricity at home and school? Discuss on the basis of cost of diesel pollution. What is the solution? അപ്പോൾ എന്താണ് നമുക്ക് ഈ ജനറേറ്റർ നമുക്ക് എന്താണ് ഡെയിലി റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാണ്? ഡീസൽ, പെട്രോൾ എക്സെട്ര ആർ വെരി എക്സ്പെൻസീവ്. അപ്പോൾ എന്താണ് ഡീസലും പെട്രോളും ഒക്കെ നല്ല എക്സ്പെൻസീവാണ്. മാത്രമല്ല ആൻഡ് ഓൾസോ ഇറ്റ് മേക്സ് എൻ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനും ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്കൂളിലും വീട്ടിലുമൊക്കെ ഡെയിലി റെഗുലറായിട്ട് ജനറേറ്റേഴ്സ് യൂസ് ചെയ്യാത്തത്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഇനി നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. യു മൈറ്റ് ഹാവ് സീൻ മെറ്റാലിക് വയർ സ്ട്രക്ചർ ഓവർ tall poles. From what do these lines bring electricity? How this electricity is generated? അപ്പോൾ നമ്മൾ എന്താണ് ഈ ടോൾ പോൾസിൽ അവിടെ മെറ്റാലിക് വയേഴ്സൊക്കെ സ്ട്രെച്ച് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്നാണ് ഇതിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. ദ പവർ വി യൂസ് അറ്റ് ഹോം ഈസ് ജനറേറ്റഡ് ബൈ ഹ്യൂജ് ജനറേറ്റേഴ്സ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. അപ്പോൾ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ബൈ ഹ്യൂജ് ജനറേറ്റേഴ്സ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലത്തെ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ജനറേറ്റേഴ്സ് ഉണ്ട്. ആ ജനറേറ്റേഴ്സിൽ നിന്നാണ് നമ്മുടെ വീട്ടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള പവർ നമുക്ക് കിട്ടുന്നത്. ഹൗ ഡു ജനറേറ്റേഴ്സ് ഇൻ എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വർക്ക്? അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലത്തെ ജനറേറ്റേഴ്സ് വർക്ക് ആവുന്നത്? ജനറേറ്റേഴ്സ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വർക്ക് യൂസിങ് ദ എനർജി ഒബ്റ്റെയിൻഡ് വെൻ വാട്ടർ സ്റ്റോർഡ് ഇൻ റിസർവോയേഴ്സ് ഓഫ് ഡാംസ് ഫാൾസ് ഫ്രം എ ഹൈറ്റ്. അപ്പോൾ എന്താണ് നമ്മുടെ ഡാമിലുള്ള വെള്ളം ഒരു ഹൈറ്റിൽ നിന്ന് ഫാൾ ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന എനർജി മൂലമാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ എന്താണ് പവർ, അതായത് ഇലക്ട്രിസിറ്റി എനർജി പവർ ഉണ്ടാക്കുന്നത്. In dams, water which is stored in reservoirs is carried through pipes and made to fall forcefully onto the turbines connected to the generators. അപ്പോൾ എന്താണ് ഡാംസിൽ വാട്ടർ റിസർവോയറിൽ ഉണ്ടായിരിക്കും, അത് ക്യാരി ചെയ്തിട്ട് പൈപ്പിലൂടെ വലിയ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഫോൾ ചെയ്യും. ദെൻ അത് ടർബണിലേക്ക് വീണിട്ട് അങ്ങനെയാണ് ജനറേറ്റേഴ്സ് ആ ടർബൺ എന്താണ് ജനറേറ്റേഴ്സിൽ കണക്ട് ചെയ്യും. അങ്ങനെയാണ്
നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. ദ ഫോഴ്സ് ഓഫ് ഫോളിങ് വാട്ടർ റൊട്ടേറ്റ്സ് ദ ടർബൈൻ. അപ്പോൾ ഈ വെള്ളം ഈ മേലെന്ന് കുത്തനെ ഇങ്ങനെ ചാടുമ്പോൾ എന്താണ് അവിടെയുള്ള ടർബൈൻസ് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ദ ജനറേറ്റേഴ്സ് കണക്റ്റഡ് ടു ദ ടർബൈൻ സ്റ്റാർട്ട് ടു വർക്കിംഗ് ആൻഡ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. അങ്ങനെ ഈ ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്തിട്ട് എന്താണ് അത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവും. ദ ഇലക്ട്രിസിറ്റി ഈസ് ട്രാൻസ്മിറ്റഡ് ടു വേരിയസ് പ്ലേസസ് ത്രൂ ഇലക്ട്രിക് ലൈൻസ്. അപ്പോൾ എന്താണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിസിറ്റി എന്താണ് വേരിയസ് പ്ലേസിലേക്ക് ഇലക്ട്രിക് ലൈൻസ് യൂസ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. A major part of electricity produced in Kerala is from the hydroelectric power station in Idukki. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്താണ് ഒരു വലിയ പാർട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇടുക്കിയിലത്തെ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലാണ്. ഡിസ്കസ് ദ മെറിറ്റ്സ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ കമ്പയർഡ് ടു ഡീസൽ ജനറേറ്റേഴ്സ് ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് ഫ്യൂവൽ പൊല്യൂഷൻ എക്സെട്ര. അപ്പോൾ അത് നമുക്ക് നോട്ട്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ നോക്കുക, കൂട്ടുകാരൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കുക. അതർ പോസിബിലിറ്റീസ് ഫോർ ഇലക്ട്രിക് പവർ ജനറേറ്റേഴ്സ്. അപ്പോൾ ബാക്കി നമുക്ക് പോസിബിലിറ്റീസ് നോക്കാം. തെർമൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, വിൻഡ് മിൽ. യു ഹാവ് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ദ ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ കൺട്രി ബൈ യൂസിങ് ഫ്യൂൽസ് ലൈക്ക് കോൾ ആൻഡ് ഡീസൽ. അപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക നമ്മുടെ കൺട്രിയിൽ എന്താണ് ഫ്യൂൽസും കോൾസും ഡീസൽസും ഒക്കെ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. വി ഓൾസോ യൂസ് ദ പവർ ഓഫ് വിൻഡ് ആൻഡ് ടൈഡൽ വേവ്സ് ആസ് വെൽ ആസ് ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ എനർജിയുടെ പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വിൻഡ് എനർജിയും അതുപോലെ തന്നെ ടൈഡൽ വേവ്സിൽ നിന്നുള്ള എനർജിയും. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. അപ്പോൾ താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോളാർ പാനൽ, ചന്ദ്രയാൻ 3, സോളാർ കാറൊക്കെയാണ്. സോളാർ സെൽ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് സോളാർ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ എന്താണ് സോളാർ സെൽ എന്ന് പറയുന്നത്? ഒരു ഡിവൈസാണ്. അത് എന്ത് ചെയ്യും? അത് സോളാർ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോളാർ പാനൽ ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more സോളാർ സെൽസ്. അപ്പോൾ എന്താണ് സോളാർ പാനൽസ് എന്ന് പറയുന്നത്? അത് അതിൽ അധികമോ സോളാർ സെൽസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. സോളാർ എനർജി ഈസ് എ സൊല്യൂഷൻ ഫോർ ദ ഫ്യൂച്ചർ എനർജി ക്രൈസിസ്. അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മളിതൊക്കെ യൂസ് ചെയ്താൽ ഫ്യൂച്ചറിൽ എന്താണ് എനർജി ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതിന് ഒരു സൊല്യൂഷനാണ് അതിനുള്ള ഒരു സൊല്യൂഷനാണ് എന്ത്? സോളാർ എനർജി എന്ന് പറയുന്നത്. കോസ്റ്റ് എഫക്റ്റീവ് ടെക്നോളജീസ് ഫോർ ഹാർനസ്റ്റിംഗ് സോളാർ എനർജീസ് ആർ ടു ബി ഡെവലപ്ഡ്. റിസർച്ചേഴ്സ് ആർ ഗോയിങ് ഓൺ ഫോർ ദീസ് പേർപ്പസ്. അപ്പോൾ എന്താണ് കോസ്റ്റ് കുറച്ചിട്ട് ഈ സോളാർ എനർജി യൂസ് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നുണ്ട്. റിസർച്ചേഴ്സൊക്കെ അത് നോക്കുന്നുണ്ട്. ഓക്കെ, ഡോണ്ട് വേസ്റ്റ് ഇലക്ട്രിസിറ്റി, സേവ് ഇലക്ട്രിസിറ്റി. അപ്പോൾ നമുക്ക് നോക്കാം. ദ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഹാസ് ടു ബി ഇൻക്രീസ്ഡ് വെൻ ദർ ഈസ് ഹൈ കൺസപ്ഷൻ. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ എല്ലാത്തിനും ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട്. നമ്മൾ എല്ലാ കാര്യത്തിനും ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുമ്പോൾ ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം കൂടിയിട്ടുണ്ട്. ഡസിൻ ദ ജനറേറ്റേഴ്സ് ഓഫ് മോർ ഇലക്ട്രിസിറ്റി റിക്വയർ മോർ ഫ്യൂൽസ്? ഒബ്സർവ് ദ പോസ്റ്റർ. അപ്പോൾ എന്താണ് ഈ ജനറേറ്റേഴ്സ് ഡസിൻ ദ ജനറേറ്റേഴ്സ് ഓഫ് മോർ ഇലക്ട്രിസിറ്റി. അപ്പോൾ എന്താണ് കുറേ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ജനറേറ്റേഴ്സിന് എന്താണ് കുറേ ഫ്യൂവൽസ് അത്യാവശ്യമാണ്. What message does this poster convey? Which are the circumstances in which electricity is wasted? Discuss. Do the fans and bulbs left working even when there is nobody in your classroom? അപ്പോൾ എന്താണ് ഈ പോസ്റ്റർ കൺവേ ചെയ്യുന്നത്? നമുക്ക് പറ്റുന്നത്ര മാക്സിമം ഇലക്ട്രിസിറ്റി നമ്മൾ സേവ് ചെയ്യണം, അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ കൂട്ടുകാരോട് പറയുകയാണ് എന്ത് ക്ലാസ്സിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ എന്താണ് അവിടുത്തെ ലൈറ്റും ഫാനും ഒക്കെ ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്യുമ്പോൾ എന്താണ് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കുറയും. വി ഹാവ് ടു അഡോപ്റ്റ് certain measures to prevent wastage of electricity and to ensure its judicious use. Prepare poster highlighting these factors and display in your classroom. അപ്പോൾ എന്താണ്
ഈ ഇലക്ട്രിസിറ്റിയുടെ കൺസപ്ഷൻ കുറയ്ക്കുക, അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക, ഈ ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ മെസ്സേജൊക്കെ കൺവേ ചെയ്യുന്ന പോസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് ക്ലാസ് റൂമിൽ പ്രസൻറ്റ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ ലെസണാണ്, 3 പാർട്സ് ഉണ്ട്. അപ്പോൾ കൂട്ടുകാരെ കണ്ടു നോക്കുക. ഇനി ഇതിൻ്റെ നോട്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ബാക്കി ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ നോട്ട്സിൻ്റെ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.